പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് പറയുന്നത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവിനെ നാം നിർവീര്യമാക്കരുത് എന്നാണ്. നമ്മുടെ ആത്മാവ് നിർവീര്യമാകുന്നത് എപ്പോഴാണ്? തിന്മകൾ ചെയ്യുമ്പോഴും തെറ്റായ ജീവിത രീതികൾ നയിക്കുമ്പോഴും നമ്മുടെ സംസാരത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ആത്മാവ് നിർവീര്യമായി പോകാറുണ്ട്. നാം ആത്മാവിനെ ജ്വലിപ്പിക്കുകയാണ് വേണ്ടത്. അതിനായി നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ടും അതുപോലെ പ്രാർത്ഥനയിലൂടെയും ദൈവസ്തുതികളും ആരാധനകളിലൂടെയും നമ്മുടെ ആത്മാവിനെ ഉജ്ജ്വലിപ്പിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. പ്രാർത്ഥിക്കുമ്പോൾ, അതുപോലെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തിന് നന്ദി അർപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ജ്വലിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എന്നാൽ നാം പലപ്പോഴും സാത്താൻ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളിൽ വീഴുകയാണ് ചെയ്യുന്നത്. തിന്മയുടെ ശക്തിയെ നിർവീര്യമാക്കാൻ അല്ലെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ആത്മാവ് നിർവീര്യമായി പോകുന്നത്. സാത്താൻ്റെ കെണിയിൽ അകപ്പെടാതിരിക്കാൻ നാം ആത്മീയമായ ഒരു പോരാട്ടമാണ് നടത്തേണ്ടത്. നാം എല്ലാ ദിവസവും ജാഗരൂകരായിരിക്കണം. സാത്താൻ്റെ കെണി അവൻ കുടില തന്ത്രങ്ങളുമായിട്ടാണ് നമ്മെ സമീപിക്കുന്നത്. നമ്മുടെ ബലഹീനതകളെ വ്യക്തമായിട്ടറിയാവുന്ന സാത്താൻ അതനുസരിച്ചുള്ള പ്രലോഭനങ്ങളുമായി നമ്മെ സമീപിക്കും. നമ്മുടെ ഹൃദയത്തിൽ വചനം ഉണ്ടായിരിക്കണം. വചനം ഹൃദയത്തിൽ നിറഞ്ഞാൽ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാനായിട്ട് നമ്മെ സഹായിക്കും. അതുപോലെ ഹൃദയത്തിൽ വചനം നിറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് നമ്മുടെ അധരം സംസാരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ നന്മകളും സച്ചിന്തകളും ദൈവവചനങ്ങളുമാണെങ്കിൽ നല്ലത് മാത്രമേ നാം സംസാരിക്കുകയുള്ളൂ, നാം ചിന്തിക്കുകയുള്ളൂ, നാം പ്രവർത്തിക്കുന്നതും നന്മയായിട്ടുള്ളതായി മാറുകയും ചെയ്യും. തിന്മയുടെ ദിനത്തെ ചെറുത്ത് നിർത്താനായിട്ട് നാം ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണമെന്ന് എഫേസോസ് 6-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സത്യവും നീതിയും വിശ്വാസവും നാം കയ്യിലേന്തണം. അതുപോലെ ആത്മാവിൻ്റെ വാളായ ദൈവവചനവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം ഉണ്ടാകുമ്പോൾ തിന്മയായിട്ടുള്ളതൊന്നും ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല. പാപങ്ങളിൽ നിന്ന് അകന്നിരിക്കുവാനും പാപസാഹചര്യങ്ങളെ വെറുത്തുപേക്ഷിക്കുവാനും നമുക്ക് സാധിക്കും. 2 തിമോത്തി 3:16-17 തിരുവചനങ്ങളിലൂടെ എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലുമെല്ലാം തുളച്ച് കയറുന്നവയാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ നൽകിയിരിക്കുന്നത് നമ്മുടെ തെറ്റുകൾ തിരുത്താനാണ്. തെറ്റുകൾ തിരുത്തി ശരിയായ രീതിയിൽ നാം എങ്ങനെ ജീവിക്കണം, ദൈവിക നീതിയിൽ നാം ജീവിക്കേണ്ടത് എപ്രകാരമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുവഴി നാം പൂർണ്ണത കൈവരികയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുവാൻ നാം പ്രാപ്തരാകുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ചിന്തകളും നല്ല പ്രവർത്തനങ്ങളും നല്ല സംസാര രീതിയും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് ഒരിക്കലും നിർവീര്യമായി പോകുകയില്ല. ആത്മാവ് അനുദിനം ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നാം ജീവിക്കുമ്പോൾ നാം ദൈവഹിതം നിറവേറ്റി ജീവിക്കുന്നവരായി മാറുകയും ചെയ്യും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.